എടി കൊച്ചുരേശ പുണ്ണാളത്തി, നീ അറിഞ്ഞാടി നിന്റെ പുന്നാരാങ്ങളെ ഇന്നലെ ഇവിടെ കപ്പലിറങ്ങിയിട്ടുണ്ടെന്ന് കരക്കാര് പറഞ്ഞാണ് കേട്ടാ. ഉമ്മക്ക് ആകെയുള്ളൊരു മച്ചുനനാണ്. അവൻ വരണതും പോണതും ഒക്കെ നാട്ടുകാര് പറഞ്ഞറിയാന്ന് വെച്ചാല് അതൊരു ഗതികേട് തന്നെയാണേ. വെളിനാട്ടിലെങ്ങാണ്ടും പോയി കൈനിറയ പുത്തനായിട്ടാണ് വരവെന്നറിഞ്ഞു കേട്ടാ. വലിയ ആളായപ്പോ നമ്മളെയൊന്നും കണ്ണി പിടിക്കണുണ്ടാവില്ല അല്ലേടി. നിങ്ങൾക്കിതെന്ത് പറ്റി ചൊറിയൻ ചേന തിന്ന മാതിരി? പിന്നല്ലാണ്ട് കൊമ്പത്താണെന്നാണല്ലോ പണ്ടേ അയാക്കടെ വിചാരം. നിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടി? ഈ മരക്കാരെല്ലാരും കാണായിരുന്നു. ചേട്ടനൊന്ന് നിർത്തണുണ്ടാ? എന്താണ്ടി അയാളെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയാ? പൊള്ളുവല്ല, തേനേ പാലെന്ന് പറഞ്ഞ് എത്ര കാലം നടന്നതാണ്. വന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ആ മരം കൊണ്ട് സാധിച്ചാടി. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞ, അയാള് വെളിനാട്ടിലേതോ പെണ്ണിനോട് പുറത്തു തുടങ്ങിയതാണ് ഞാൻ കേട്ടത്. അളിയൻ ഇവിടെ ഉണ്ടായിരുന്ന നിന്റെ പരദൂഷണമൊക്കെ കഴിഞ്ഞാടാ അളിയാ? അതെ. അവനൊരു സ്വയംഭം സാധനം തന്നെയാണ് കേട്ടാ. ഇമ്മണിനാളാ ഇറക്കുമതി സാധനം ഒന്ന് മണക്കണമെന്ന് വിചാരിക്കണം. സാധനം സ്റ്റൈലാണപ്പാ. വയറ് നിറച്ച് കള്ളു കുടിച്ച കാലം മറന്നു കേട്ടാ. നിന്നെ കാണാണ്ടായ പിന്നെ ഏതാണ്ടൊരു മാതിരിയായിരുന്നടാ മാർക്കോസ്. അത് നോടാ, ഈയിടായിട്ട് കൃഷ്ണൻകുട്ടിയുടെ ഓശാരം കുറെ ഞണ്ണുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടാ. പോടാ. ഞാനല്ല, നിന്റെ അപ്പനാണ് എണ്ണിയത്. അല്ല മാർക്കോസേ, പകലന്തിയോളം വഞ്ചിയും വലയും കടലുമായി കെട്ടി പറഞ്ഞിട്ട് അന്തിക്കിങ്ങനെ കൂടണ ഒരു സുഖം തന്നെ ആയിരുന്നേ. അത് നേര്. അല്ല മാർക്കോസേ, ഇനി എന്താ നമ്മുടെ പരിപാടി? പരിപാടികൾ ഇമ്മിണി മനസ്സിലുണ്ട്. ആദ്യമായിട്ട് പുതിയൊരു വള്ളവും വലയും മേടിക്കണം. നമ്മളൊന്നിച്ച് കടലിൽ പോണതിന്റെ സുഖം ഒരു സുഖം തന്നെയാണ്. ബാപ്പൂട്ടി, അന്റെ ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ പുതിയ പാർട്ടിയെ പിടിച്ചിരിക്കുന്നത്. ഈ കേട്ട് കാണും, സോളാങ്കി ബോംബെയിലെ വലിയൊരു സ്മഗ്ലറാണ്. ഈ ബിസിനസ് നേരെ ചൊവ്വേ നടന്നാണ്ടല്ല, അതോടെ നമ്മൾ ഈ ഏർപ്പാട് നിർത്തും. അല്ലേ അനന്താ? ബാപ്പുട്ടി, 50 കോടി രൂപയുടെ ചരക്കാണ് വരുന്നത്. വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ വെള്ളത്തിലാവും. നമ്മൾ ഇത്രയും വലിയ ബിസിനസ് ഇതുവരെ ചെയ്തിട്ടില്ല. 10 തലമുറയ്ക്ക് കയ്യാനുള്ള മുതല് ഇതിന് ഞമ്മക്ക് കിട്ടും. ഇക്ക വിഷമിക്കാതിരിക്കെ. കസ്റ്റംസിനും പോലീസിനും ബാപ്പൂട്ടി ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിലും ഞമ്മക്കറിയൂല മോനെ, ഈ മിടുക്കനാണ്. ബാപ്പുട്ടിക്ക പറയണതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. മഞ്ചി തകർന്ന ആശുപത്രി കിടക്കണത് 1ഉം 2ഉം അല്ല, 17 പേരാണ്. ഇത്രയും വലിയ പോക്കിരിത്തരം ആ ഹാജിയാരെ ഞങ്ങളോട് കാട്ടിയിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കണോന്ന് പറഞ്ഞാൽ എങ്ങനെയാണിത്? നിങ്ങളുടെ വികാരം എനിക്കറിയാം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ വിചാരിച്ചാൽ അയാളുടെ 5ഓ 10ഓ ബോട്ടുകൾ കത്തിക്കാനോ തകർക്കാനോ സാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് മാത്രം അയാളെ ഒതുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒതുക്കുന്നെങ്കിൽ വേരോടെ പിഴുതെറിയണം. അതിനല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. മനസ്സിലായില്ല. പറയാം. കടലിൽ വെച്ച് റെയ്ഡ് നടക്കുമെന്നായിരുന്നു എൻ്റെ പേടി. ബാപ്പൂട്ടിക്കാരൻ്റെ മിടുക്കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. 50 കോടി രൂപയുടെ ചരക്കാണ് ഇതിനകത്ത്. ഇനിയൊന്നും പേടിക്കാനില്ലേ? മൻസൂറെ,
കസ്റ്റംസ് ചതിച്ചു. മൻസൂറെ, ഇനി നിവൃത്തിയില്ല, വാ രക്ഷപ്പെടാം. പറഞ്ഞോനെ എന്തായിരുന്നു അന്റെ ഒരു വീരപാദം? പോലീസിനും കസ്റ്റംസിനും അന്നെ ഒരു ചുക്കുഞ്ഞെ ഒക്കൂരെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പൊ എന്താണ് ഹിമാറെ? ഓ, 50 കോടി രൂപയുടെ മുതലാ എനിക്ക് നഷ്ടപ്പെട്ടത്. 3 ഭാഗത്തുനിന്നും പെട്ടെന്നുള്ള അറ്റാക്ക് ആയിരുന്നു. അനങ്ങാൻ സമ്മതിച്ചില്ല. പിടികൊടുക്കാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. മണ്ണാങ്കട്ടി. ഞാൻ ഇനി ആ സോളാങ്കിയോട് എന്ത് സമാധാനം പറയും? അയാളാണെങ്കിൽ ആളൊരു ബെട്ടക്കാണും. ആരോ ഒറ്റിയതാണ്, അല്ലെങ്കിൽ ഇത്രയധികം ഫോഴ്സുമായി കസ്റ്റംസ് വരില്ലായിരുന്നു. ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ? സംശയമാണെങ്കിൽ ഓങ്കരെ ഒരത്തും. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ വേറെന്തെങ്കിലും മാർഗം നോക്കാം. മാർഗം ആനമട്ട പൊങ്ങിയത് ഈ വായനതാ. ഈ ബാപ്പുട്ടിക്ക് ഇത് എവിടെ പോയി കിടക്കണേന്ന്? നമ്മളോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് മൂപ്പര് പോയിരിക്കണത്. താങ്കളൊന്ന് പിടക്കാതോ. അവസാനം കടുവായെ കിടുവാ പിടിച്ച പോലെ ആകുവാ. മുക്കുവ കസ്റ്റംസുകാരെ ഒറിജിനൽ കസ്റ്റംസുകാർ വന്ന് പൊക്കിയാലുള്ള സ്ഥിതി അറിയാവാ. ഇടിയുടെ പെരുന്നാളായിരിക്കും കേട്ടാ. എനിക്കിടി കൊള്ളാൻ മേല. ഇത്രയും വയസ്സായില്ലേ, ഇനി ചത്താലും വലിയ കുഴപ്പമില്ലല്ലോ. ഇതവൻ വേറെ കുട്ടൻസി പറയണതാണ് കേട്ടാ. അമ്മടെ കിണ്ടി ആ സുനാപ്പിക്കേഷൻ അവന്റെ മനസ്സിലിരിക്കേ ഉള്ളു. ഞാൻ ചത്തട്ടിന്റെ മേരിയെ കെട്ടാനായിരിക്കും ഇവന്റെ പൂതി. സുളുത്തി, ഈ കരയിൽ വേറെ പെപ്പിള്ളാരില്ലാഞ്ഞിട്ടല്ലേ? ആർക്ക് വേണം തന്റെ സെക്കൻഡ് ഹാൻഡിന്? അത് കുറുക്കം പറഞ്ഞ മാതിരിയാണ്. കിട്ടാത്ത മന്ത്രിങ്ങ പുളിക്കും. ബാബുട്ടിക്ക ഇതെവിടെയായിരുന്നു? അല്ല, ഈ വേഷം ഇതുവരെ ആരും ഊരിക്കളഞ്ഞില്ല. അത് ശരി. ഒരിടത്തും പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ പുട്ടിക്ക പോയത്. പിന്നെ സുരക്ഷിതമായി എത്തിയെന്ന് വെച്ച് സമാധാനിക്കണ്ട. ഹാജിയാർക്ക് ഇപ്പൊ ഹാലളയി കാണും. അതുകൊണ്ട് എത്രയും വേഗം ഈ പെട്ടികൾ മറ്റൊരിടത്തേക്ക് മാറ്റണം. ഇനിയിപ്പോ ആജിയാരുടെ കച്ചവടം ഇതോടെ തീർന്നു കിട്ടിയല്ല അല്ലേ ബാബുട്ടിക്ക? നേരാണ്. ഇനി പുള്ളിക്കാരന്റെ തല ഉയർന്ന് ഉമ്മനൊക്കെ വേണ്ടി വരികയല്ല. ബോംബെയിലെ സോളങ്ക് തന്നെ കൈകാര്യം ചെയ്യുമല്ല.